ഇത് കൊടുവേലിയാണ്. കൊടുവേലി 3 തരമുണ്ട്. വെള്ള കൊടുവേലി, നീലക്കൊടുവേലി, ചുവന്ന കൊടുവേലി. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൊക്കെ വ്യാപകമായിട്ട് പ്രചാരണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട പായും, ഇതിൻ്റെ വേര് മുറിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ദിവ്യ അനുഭവമൊക്കെ ഉണ്ടാകും. മൊത്തം തട്ടിപ്പാണ്. ആരോട് പറഞ്ഞു കൊടുക്കാനാണ്? പറഞ്ഞാലൊന്നും മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗമല്ല നമുക്കുള്ളത്. അത് അവരുടെ തലവര, അവരനുഭവിക്കട്ടെ. അപ്പോൾ ഈ കൊടുവേലി നമ്മളറിയേണ്ടത് പശ്ചിമഘട്ട മലനിരകളെന്ന് പറയും, അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയും. വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നത്. വെസ്റ്റേൺ ഘട്ടിൽ ഏകദേശം തിരുവനന്തപുരം മുതൽ ഇങ്ങ് വയനാട് വരെയുള്ള ഭാഗങ്ങളിൽ എല്ലാം ഇത് സുലഭമായി കാണുന്നുണ്ട്. പക്ഷെ ചെടികൾ കണ്ടാൽ തിരിച്ചറിയാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. എങ്കിലും വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്നത് ഈ തെങ്കാശി ജില്ലയുടെയും തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെയും കൂടെ ബോർഡറായ ആര്യങ്കാവ്, തെങ്കാശി, അങ്ങനെ ആ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടുതൽ കിട്ടുന്ന പശ്ചിമഘട്ട മലനിരകളിൽ എല്ലാം ഇത് വ്യാപകമായിട്ടുണ്ട്. ഇത് എവിടെയൊക്കെയാണെന്ന് ഒരുപാട് ഉളകൾ എൻ്റെ അടുത്ത് തിരക്കി വരാറുണ്ട്. എന്നാൽ ഇതിൻ്റെ തൈ എവിടെ കിട്ടും, ചെടി എവിടെ കിട്ടും, ഇതൊക്കെ വ്യാപകമായിട്ടുണ്ട്. മഴക്കാലത്ത് ഇതിൻ്റെ ഒരു തൈ പിഴുത് എവിടുന്നേലും ഇഷ്ടംപോലെ നിൽക്കുന്നിടത്ത് എവിടുന്നേലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കിളിച്ച് വരാനുള്ളതേ ഉള്ളൂ. അപ്പം അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും പുറകെ പോകരുതേ മക്കളെ. അതിനു വേണ്ടി ഇടുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് പിന്നെ ഈ തള്ളുകാരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളും കണ്ട് ഇരുന്ന് തള്ളിക്കോ.